പിന്നെ IELTS വേണ്ട, ഫീസ് താരതമ്യേന കുറവാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് UK റൂൾസ് ചേഞ്ച് ആയി സ്ട്രഗ്ലിംഗ് ആണെന്ന്. എന്നാൽ UK പഠിച്ചിട്ട് UK തന്നെ നിൽക്കുന്ന യാതൊരു നിർബന്ധമില്ല. ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്ന് മറ്റൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് പോകാൻ വളരെ ഈസിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അഡ്മിഷൻ എടുത്ത കോഴ്സ് വന്നിട്ട് BSc നഴ്സിംഗ് ആണ്. ഇപ്പോൾ BSc നഴ്സിംഗ് പഠിക്കാൻ എത്ര രൂപയാവും? IELTS ഇല്ലാതെ പോകാൻ പറ്റുമോ? താരതമ്യേന മറ്റുള്ള കൺട്രീനെ അപേക്ഷിച്ച് BSc നഴ്സിംഗ് പഠിക്കാൻ UK ഫീസ് കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ IELTS ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷനോ കാര്യങ്ങളോ വേണമെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. നമുക്ക് ഇപ്പോൾ ജർമ്മനിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണെങ്കിലും അവിടെ നഴ്സിംഗ് പ്രോഗ്രാം ആണ് കേട്ടോ, BSc നഴ്സിംഗ് അല്ല. അപ്പോൾ അത് ഡിഫറൻസ് ഉണ്ട്. പിന്നെ UK വന്നിട്ട് 3 വർഷമാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. പഠനശേഷം അവിടെ തന്നെ നമുക്ക് NHSലേക്കൊക്കെ പഠനത്തോടൊപ്പം തന്നെ നമുക്ക് NHSൽ പാർട്ട് ടൈം ജോബ് ചെയ്യാനും പഠനശേഷം നമുക്ക് NHSലേക്ക് ജോബ് ചെയ്യാനുമുള്ള പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് മീ. യെസ്, ഇറ്റ്സ് മീ സ്റ്റഡി വിത്ത് അന്നൂസ് കെയറിങ് ആൻഡ് ലവിങ് യു. ബൈ ബൈ. പിന്നെ മെയിനായിട്ട് 2 ഇൻടേക്കുകളാണ് കേട്ടോ ഉള്ളത്. ജാനുവരി ഇൻടേക്ക്, സെപ്റ്റംബർ ഇൻടേക്ക്. ബൈ.